ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചിങ്ങം 1 കർഷക ദിനമായിട്ട് കേരളം ആചരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെടുത്തി ഇരിഞ്ഞാലക്കുട രൂപതയിലെ പരിയാരം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ വിപുലമായ രീതിയിൽ കർഷക ദിനം നമ്മൾ ആചരിക്കുന്നത് ചിങ്ങം 1 തലേദിവസമായ ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. ഈ ആചരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം എങ്കിൽ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, അതിര് കാക്കുന്ന ജവാന്റെ ചോര മാത്രമല്ല, കതിര് കാക്കുന്ന കർഷകന്റെ നീര് കൂടിയാണ് നമ്മുടെ ഈ രാജ്യം. അതുകൊണ്ട് കർഷകന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കുവാനും കർഷകരെ വളർത്തുവാനും അവർക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കുവാനും കൂടി ഈ ഒരു കർഷക ദിനം പരിയാരം ഇടവകയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് ആണ് ഈ ആശയം ഇങ്ങോട്ട് പങ്കുവച്ചത്. ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് എന്ന ആത്മായ സംഘടനയുടെ പ്രത്യേക നേതൃത്വത്തിൽ ഏറ്റവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പരിയാരം ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളാണ്. അതിന് 1 മാസം മുന്നേ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇന്നത് ദിവസം അടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽപ്പെട്ട മികച്ച കർഷകൻ, കർഷക തൊഴിലാളി, മികച്ച സ്ത്രീ കർഷക, ക്ഷീര കർഷക, ഇവർക്ക് പ്രത്യേകം അവാർഡുകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഇടവകയിൽ ഏകദേശം 50ഓളം വരുന്ന കർഷകർക്ക് പ്രത്യേകം അവാർഡുകൾ നൽകുന്ന ഒരു കർമ്മം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ കർഷകർ അവരുടെ ഫോം ഒക്കെ പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ ഫോം പൂരിപ്പിച്ച് നൽകിയ എല്ലാ കർഷകരും നാളെ എത്തണം. അവർക്കെല്ലാം പ്രത്യേകം അവാർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച കർഷകർക്കും അവാർഡുണ്ട്. ഓരോ കുടുംബ കൂട്ടായ്മയിൽ നിന്നും ഒത്തിരി പേര് ഈ കർഷക ദിനാചരണത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ പങ്കെടുക്കണം. പ്രധാനമായിട്ടും MLA സനീഷ് ജോസഫ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷപദം അലങ്കരിക്കുന്നു. നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നും ഡോക്ടർ മിനി അബ്രാഹം ക്ലാസ് നയിക്കുന്നു. പരിയാരം കൃഷി വകുപ്പിൽ തന്നെ ബഹുമാനപ്പെട്ട ജാസിൻ മാഡം ഇതിൽ പങ്കുചേരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഇതര സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിൽപ്പെട്ട എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന വലിയൊരു കർമ്മമായതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കുചേരണം. എല്ലാവർക്കും വിത്തും രോഗം ഒക്കെ നൽകുന്നുണ്ട്. അതെല്ലാം സ്വീകരിക്കാൻ എല്ലാവരും എത്തണമെന്ന് കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ കർഷക ദിനം കൂടുതൽ നമുക്ക് പ്രചോദനമാകട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കട്ടെ. നമ്മുടെ ഈ കർഷക കുടുംബങ്ങൾ നിലകൊള്ളുന്ന ഈ പരിയാരം ഇടവകയ്ക്ക് ഒരു ഉണർത്തുപാട്ടായി ഈ കർഷക ദിനാചരണം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും അതിൽ പങ്കുചേർന്ന് അല്പസമയം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അറിവ്, കൃഷിയെക്കുറിച്ചുള്ള നല്ല അറിവ്, അതോടൊപ്പം കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള അവസരം, അതോടൊപ്പം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം കൂടിയുണ്ട്. ഇതെല്ലാം പങ്കുചേരുക. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.